കണ്ടിരുന്നു. ഇപ്പോൾ ശ്രീകുമാർ മേനോൻ സംവിധായകൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. അതിലേക്ക് ഒരു മകനെ പോലെയായിരുന്നു അദ്ദേഹം എന്നെ കണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിനൂടെയുള്ള ഒരുപാട് മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിത്താരയിൽ വന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് രണ്ടാം ഊഴം എന്നുള്ള ആ മഹാകാവ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം വന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നതും. പിന്നെ രണ്ടാം ഊഴത്തിൻ്റെ സ്ക്രീൻ പ്ലേയുടെ മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം കൈകൊണ്ട് എഴുതിയതും അദ്ദേഹം നരേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു സഹായം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതുന്നത് നമ്മൾ പൂർത്തീകരിച്ചത്. അപ്പോൾ അതാദ്യമായിട്ട് വായിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അതേപോലെ തന്നെ ഒരു 4 തവണയെങ്കിലും ഒരിക്കൽ ബോംബെയിൽ വെച്ചിട്ട്, 2 പ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ട്, ഒരിക്കൽ കോഴിക്കോട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ശാരീരികസയിലിരിക്കുക, ഞാൻ നിലത്തിരിക്കുക. എന്നിട്ട് അദ്ദേഹം രണ്ടാം ഊഴം സീൻ ബൈ സീൻ വായിച്ചു തരിക, ഞാൻ നോട്ട് എഴുതുക, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ അനുഭവത്തിൽ കൂടി കടന്നുപോയതാണ്. അത് സിനിമയാവാത്തതിൽ ഏറ്റവും കൂടുതൽ നിരാശ, ഒരു പക്ഷേ എന്നെക്കാട്ടും കൂടുതൽ വലിയ നിരാശ അദ്ദേഹത്തിനായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹവുമായിരുന്നു. ഇനി അത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് അതൊരു സിനിമയായി മാറുക എന്നുള്ളത്. അത് വളരെ കഴിവുള്ള എത്രയോ സംവിധായകർ നമ്മുടെ കൂടിയടിയിലുണ്ട്. അവരെ കൊണ്ട് അത് ചെയ്ത് സിനിമയാക്കി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് തന്നെ അഭിമാനമാകാവുന്ന ഒരു ചലച്ചിത്ര കാവ്യമായി മാറട്ടെ. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കോളേജ് മേറ്റാണ്. വിക്ടോറിയ കോളേജിലെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ചതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അരവിന്ദ് മേനോൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അരവിന്ദൻ്റെ മകൻ എന്ന് പറയുന്നൊരു വാത്സല്യം എന്നോടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ അവാർഡ് കിട്ടിയ കൃതിയായ വളർത്തുമൃഗങ്ങൾക്ക് എൻ്റെ അച്ഛനൊരു കാരണക്കാരനായിരുന്നു, ഒരു ഇൻസ്പിറേഷനായിരുന്നു എന്നൊക്കെ ഉള്ള കഥകൾ ഞങ്ങളുടെ സംഭാഷണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം വളർത്തുമൃഗം എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ ജെമിനി സർക്കസിൻ്റെ ഒരു മാനേജറായിരുന്നു. അപ്പോൾ പാലക്കാട് ജെമിനി സർക്കസിൽ ഒരു വിക്ടോറിയ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ചിന്ത വന്നതും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് അത് വന്ന്. ഒരു ദിവസം സർക്കസ് കാണാൻ പോയ ശേഷം അദ്ദേഹം അച്ഛനോട് ആവശ്യപ്പെട്ടു, എനിക്ക് പകൽ വന്ന് നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ, എന്നിട്ട് ഇവരുടെ ജീവിതമൊക്കെ ഒന്ന് അടുത്തറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ 2-3 പകലുകൾ അവർ സർക്കസ് കൂടാരത്തിൽ ചിലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന നോവലുണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് പേഴ്സണൽ മൊമെൻറ്റ്സ് അച്ഛൻ വഴിയൊക്കെ അദ്ദേഹമായിട്ടുണ്ട്. അതൊരു വളരെ പേഴ്സണൽ ലോസായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹം എനിക്ക് സ്ക്രീൻ പ്ലേ വന്ന ശേഷം അതൊരു ബൃഹത്തായ സിനിമയാണ്. അതൊരു 1000 കോടിയുടെയൊക്കെ മുകളിൽ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് രണ്ടാം ഊഴം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാമത് മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു സിനിമ. അതേപോലെ ഇത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും മികച്ച കൃതി എന്ന് പലപ്പോഴും വാഴ്ത്തപ്പെട്ട ഒരു കൃതിയെ ആസ്പദമാക്കിയ സിനിമ. ആ സിനിമ അതിനെ ഒരു സിനിമയാക്കി മാറ്റണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രയത്നമുണ്ട്. ഞാൻ കണ്ട പോലെ എന്ന് പറയുന്ന ഒരു വിശ്വോത്തര സിനിമയാക്കി മാറ്റണമെങ്കിൽ അതിന് വലിയ ബഡ്ജറ്റ്, ഒരു 200 കോടിയോ 300 കോടിയിലൊന്നും നിൽക്കില്ല. അത് ബഡ്ജറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് 1000-ന് മേലെ പോകും എന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള ഒരു പ്രൊഡ്യൂസറെ തേടിയുള്ളൊരു വലിയ യാത്രയായിരുന്നു. അതിലവസാനം BR ഷെട്ടിയാണ് അതിലേക്ക് സിനിമയാക്കാൻ വേണ്ടി വന്നത്. അത് ഞങ്ങളൊരു അബുദാബിയിൽ വെച്ചിട്ടൊരു വേൾഡ് പ്രസ് കോൺഫറൻസ് പോലെയായിരുന്നു അത് ചെയ്തിരുന്നത്. വെച്ചാൽ അനൗൺസ് ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ഒരുപാട് ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി.
അത് സിനിമയായാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ പറ്റിയിട്ട് ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നു. അതിന് യോഗമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എനിക്കത് ചെയ്യാനുള്ള യോഗമില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ നമുക്ക് നീരസപ്പെടാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അതൃപ്തി തോന്നുന്ന ഒരു വ്യക്തിത്വമൊന്നും അല്ലല്ലോ എം ടി സാറുടേത്. അതിൻ്റെയൊക്കെ എത്രയോ മേലിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ നിരാശ എന്നെക്കാട്ടും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. സിനിമയാക്കാൻ കഴിയാത്തതിൽ. പിന്നെ അതിനുശേഷം ബി ആർ ഷെട്ടി തകർന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു. അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നെ വേറെ 2-3 ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും അത് വേറെ രീതിയിലെല്ലാം പോയിരുന്നു. അപ്പോൾ എല്ലാ വലിയ പ്രൊജക്റ്റുകൾക്കും ഒരു യോഗമുണ്ട്. അത് അങ്ങനെ ആ യോഗത്തിൽ അതുപോലെ നടക്കൂ. ഒരു വിധിയുണ്ട്. ആ വിധി ഇല്ല, എനിക്കില്ലാതെ പോയി എന്ന് മാത്രം കരുതാനാണ് എനിക്കിഷ്ടം. അല്ല, കുറ്റബോധത്തിനെക്കാട്ടും കൂടുതൽ വിഷമമാണ്. കാരണം ഇവിടെയൊക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം അതിനെപ്പറ്റി പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ലോകപ്രശസ്ത ടെക്നീഷ്യൻസ് അതിൻ്റെ ഭാഗമാവേണ്ടിയിരുന്നു. അവരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വലിയ വിഷമമുണ്ട്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് സിനിമയാക്കാൻ കഴിയാത്തതിൽ, അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ കുറ്റബോധവും ഉണ്ട് എന്ന് പറയാം. കാരണം നമുക്ക് ഈ നിമിഷത്തിൽ അങ്ങനെയൊന്നും നിഷേധിക്കാനോ ന്യായീകരിക്കാനോ പറ്റിയ നിമിഷങ്ങളല്ലല്ലോ ഇത്. അദ്ദേഹത്തിനെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, കാരണം മനസ്സിൽ കൂടെ ഓടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച് അങ്ങനെ ആഴ്ചകളോളമുള്ള കുറേ നിമിഷങ്ങളാണ്. എം ടി സാറെ പോലെ ഉള്ളൊരാൾ തിരക്കഥ വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നോട്ട് എഴുതുന്നു എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണല്ലോ. ഞാനത് ഇല്ല എന്നൊന്നും പറയുന്നില്ല, നിഷേധിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഞാനാണ് അത് സിനിമയാക്കണം എന്ന് അദ്ദേഹത്തിനോട് വീണ്ടും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയത്. അതിനു മുമ്പ് കുറേ പേർ അദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അത് സിനിമയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു. ഇവിടെ കറണ്ട് ബുക്സിൽ പെപ്പിൻ ചേട്ടനുണ്ട്. അദ്ദേഹവും ഞാനുമൊക്കെ കൂടെ വന്നിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യായിരുന്നു. ഞാൻ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്. ഇത് സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയാക്കാം, തിരക്കഥയാക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ തന്നെ ഒരു ഉറപ്പ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണത് സംഭവിച്ചത്. അദ്ദേഹം എഴുതാൻ തീരുമാനിക്കുന്നത് തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ഏത് സ്കെയിലിലാണ് വേണം എന്നുള്ള രീതിയിൽ. കാരണം അതൊരു ലോക സിനിമയായിട്ട് കാണണം, കാരണം റീജിയണൽ ഭാഷയിൽ ചെയ്യേണ്ട ഒരു സിനിമയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുത്തപ്പോഴാണ് അദ്ദേഹം അതിന് തയ്യാറായത്. ഇനിയിപ്പോൾ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെ പോലെയും അദ്ദേഹത്തിനെ പോലെയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് 2-3 സിനിമയായി കാണാനാണല്ലോ, മനസ്സിലായി. അപ്പോൾ എനിക്കിനി അതിന് കഴിയില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ടേംസിലാണ് കേസിനെ അവസാനിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇനിയും ഞാൻ പറയാം, ഞാൻ വെറും ഒരു സിനിമയും കുറേ പരസ്യ ചിത്രങ്ങളും എടുത്ത് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. എത്രയോ പ്രഗത്ഭരായ സംവിധായകർ ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും മികച്ച ആൾക്ക് ഇതൊരു മികച്ച കലാസൃഷ്ടിയാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ കണ്ടിരുന്നു. 2 പ്രാവശ്യം ഇവിടെ തന്നെ വന്ന് അദ്ദേഹത്തിനെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പിന്നെ വിശദമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനും മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ഡിഫെൻഡ് എൻ്റെ കാര്യങ്ങളെ ഡിഫെൻഡ്, കാരണം ഞാനൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്
ആ സിനിമയ്ക്ക് പുറകിൽ നടത്തിയിരുന്നു. ഒരു 8 വർഷത്തെ റിസർച്ചും ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, 10 കോടിയിൽ മേലെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ പ്രീ പ്രൊഡക്ഷനായിട്ട് ഞാൻ ചിലവഴിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ചരമവാർഷികത്തിലാണ് എൻ്റെ കുടുംബക്കാരൊക്കെ എന്നോട് പറയുന്നത്. കാരണം അച്ഛനൊരിക്കലും ഇഷ്ടമാവില്ല MT സാറൊക്കെ ആയിട്ടുള്ളൊരു കേസും ആയിട്ട് മുന്നോട്ട് പോകുന്നതും അതൊക്കെ ചെയ്യുന്നതും. അങ്ങനെയാണ് ഒരു സെറ്റിൽ ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കുകയും അങ്ങനെയാണത് സെറ്റിൽ. കാരണം സുപ്രീം കോടതി വരെ എത്തിയ കേസായിരുന്നല്ലോ. അങ്ങനെയാണത് പിന്നെ അവസാനിപ്പിക്കുന്നത്. ഉറപ്പല്ലേ? കാരണം MT സാറുമായിട്ടുള്ള ചിലവഴിക്കാൻ കഴിയുന്നൊരു നിമിഷങ്ങൾ ആരാ വേണ്ട വയ്ക്കുക. കാരണം അദ്ദേഹത്തിനോടുള്ള അതിനുശേഷം അദ്ദേഹത്തിന് ഞാൻ വന്നു. കാരണം ആ തിരക്കഥ ഏൽപ്പിക്കാൻ നേരിട്ടാണ് ഞാൻ വന്നത്, തിരിച്ചേൽപ്പിക്കാൻ വന്നു. അപ്പോൾ അതങ്ങനെ അത് ഏൽപ്പിക്കുകയൊക്കെ ചെയ്ത സമയത്തെല്ലാം വളരെ സൗഹാർദ്ദപൂർവ്വം തന്നെയായിരുന്നു. അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയാൻ 2 കൈയും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നന്നായി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എന്നും കാണാനാണ് എനിക്കിഷ്ടം.